കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ ഒരു വചനമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് കേവലം ഒരു ശിഷ്യൻ പറഞ്ഞ വാക്കുകളല്ല, നമ്മുടെ അരുമനാഥനായ കർത്താവ് തന്നെ പറയുകയാണ്. നിങ്ങൾക്കൊരധികാരമുണ്ട്. ഹല്ലേലൂയ! എത്ര പേർ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട എനിക്കൊരു അധികാരമുണ്ട് എന്ന്? ഹല്ലേലൂയ! പലപ്പോഴും നമ്മൾ നമ്മുടെ അധികാരത്തെ തിരിച്ചറിയാതെ ഇരിക്കുമ്പോഴാണ് പൈശാചിക ലോകം അതിനെ മുതലാക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവന്റെ ഡ്യൂട്ടി എന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നിയമപരമായ തെറ്റുകൾ കാണുമ്പോൾ അത് പ്രതികരിക്കുവാൻ തക്കണമിടയാവും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളാകട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, അതിനെ നോക്കി ഒന്ന് പറയുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കുമോ? കർത്താവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ് ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് വചനം പറയുക. വചനമെന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തയ്യാറാണെങ്കിൽ ഇന്നു പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം. നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും ഏത് ടൈം സോണിലാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് മഹാപർവ്വതവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തകർന്നു പോകുവാൻ കണ്ണമിടയാകും. ചില കെട്ടുകൾ അടിച്ചു കളയുവാൻ, ചിലത് ഹല്ലേലൂയ പൈശാചിക ലോകം തലമുറയ്ക്കെതിരെ, നന്മയ്ക്കെതിരെ വർഷങ്ങളായി കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തില് അഴിഞ്ഞു വീഴുകയാണ്. ഹല്ലേലൂയ! യെസ്, ഹല്ലേലൂയ! തകർക്കുന്നവൻ, മുടിച്ചു കളയുന്നവൻ, അവനാണ് പൈശാചിക ലോകം എന്ന് പറയുന്നത്. പിശാച് നന്നാക്കാനല്ല കടന്നു വരുന്നത്, പിശാച് തകർക്കാനാ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവാൻ തകർന്നിടയാകും. ഈ വചനങ്ങളാൽ നമ്മുടെ അധികാരം മനസ്സിലാക്കി കർത്താവിന്റെ വചനം എടുത്ത് വാള് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ജയോത്സവമായി മുന്നേറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.